ഗവർണറുമായി അനുനയം വേണ്ട എന്ന് സർക്കാർ. ഒത്തുതീർപ്പിനില്ല എന്ന സന്ദേശം നൽകാനാണ് രാജ്ഭവനിലെ ചായ സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചത്. സർക്കാരും രാജ്ഭവനും നേർക്കുനേർ നിൽക്കുന്നത് സ്ഥിരം VC നിയമനത്തെ സാരമായി ബാധിക്കും. ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായി രാജേന്ദ്ര ആർലേക്കർ എത്തിയതു മുതൽ ബന്ധം ഊഷ്മളമായി നിർത്താൻ സർക്കാർ പ്രത്യേകമായി ശ്രമിച്ചിരുന്നു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലും ഭാരതാംബ വിവാദവും ബന്ധം വഷളാക്കി. എന്നിട്ടും അനുരഞ്ജന നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ നടന്നു. ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഭാരത വിഭജന ദിനാചരണം നടത്തണമെന്ന നിലപാട് ഗവർണർ എടുത്തത്. അതോടെ സർക്കാരും പോരിന്റെ വഴിയിലേക്ക് പോയി. അക്കാര്യം രാജ്ഭവനെ അറിയിക്കാനാണ് ഗവർണറുടെ ചായ സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നത്. പങ്കെടുക്കില്ല എന്ന വിവരം പോലും സർക്കാർ രാജ്ഭവനെ അറിയിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി അടക്കം വിട്ടുനിന്നതിൽ കടുത്ത അതൃപ്തി ഗവർണർക്കുണ്ട്. കോടതി ഇടപെടലിൽ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനം നടക്കുമെങ്കിലും സ്ഥിരം VCമാരില്ലാത്ത മറ്റു 10 യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ തർക്കം പ്രതിസന്ധിയുണ്ടാക്കും. സംസ്ഥാനത്തിന്റെ ഓണാഘോഷ പരിപാടികളിലേക്ക് ഗവർണറെ ക്ഷണിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിനി ഗവർണർ ബഹിഷ്കരിക്കുമോ എന്ന് കണ്ടറിയണം. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ.